അപ്പോൾ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് നമ്മൾ ബാക്കി പണിക്ക് ഇറങ്ങി. അടിച്ചു വാരാൻ തുടയെല്ലാം. കൊച്ച് അപ്പുറത്തെ വീട്ടിൽ കളിക്കാൻ പോയിക്കോന്നു. അതിൻ്റെ ഗ്യാപ്പിൽ ഞാൻ അടിക്കാനും തുടയ്ക്കാനൊക്കെ തുടങ്ങി. അവളുണ്ടെങ്കിൽ ഒന്നിനും സമ്മതിക്കില്ല. കൊച്ചിന് സ്കൂളിൽ വിട്ടിട്ടില്ലായിരുന്നു, വെച്ചാൽ പനിക്കോളുണ്ടായിരുന്നു. അതിന് അവളെ സ്കൂളിൽ വിട്ടിട്ടില്ലായിരുന്നു. അപ്പം നമ്മൾ അടിവാരിയെല്ലാം തുടച്ച് കഴിഞ്ഞിട്ട് കറി വയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എണ്ണ പാത്രത്തിൽ ഇട്ട് വെച്ചു. ഇന്ന് ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. കുറച്ച് ദിവസമായിട്ട് അവൾ പറയുന്നുണ്ടായിരുന്നു അവൾക്ക് ചിക്കൻ ഫ്രൈ ചെയ്ത് വേണമെന്ന്. അപ്പോൾ ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അത് നല്ലപോലെ 2-3 പ്രാവശ്യം നല്ലപോലെ വെള്ളത്തിൽ കഴുകി വെച്ചു. വെള്ളം കളയാൻ വേണ്ടിയിട്ട് അവിടെ വെച്ചു. അപ്പോൾ ചോറ് അടുപ്പേ വെച്ചു. ചോറ് കഴുകിടാൻ വേണ്ടി വെള്ളം അടുപ്പേ വെച്ചായിരുന്നു. അപ്പോൾ നമ്മൾ ചോറ് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ചിക്കൻ ഫ്രൈക്ക് വേണ്ടി മസാല ഇടുവന്നു. ആദ്യമേ 3 മുട്ട പൊട്ടിച്ചിട്ടു. പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കാശ്മീരി ചില്ലി, പിന്നെ ഇറച്ചി മസാല എല്ലാം ഇട്ട് നമ്മൾ ഇച്ചിരി ഗരം മസാലയും കൂടി ഇടണം. ഗരം മസാല എല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് ഇച്ചിരി ഇളക്കി ചിക്കൻ എല്ലാം അതിനകത്തിട്ട് ഇടും. അപ്പം ഇത് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ കണ്ടിട്ട് ഉണ്ടാക്കാൻ നോക്കിയതായിരുന്നു. അപ്പോൾ നല്ലതാണെന്ന് കണ്ടപ്പോൾ തോന്നി. അപ്പോൾ ഒന്ന് ഉണ്ടാക്കി കൊച്ചിന് കൊടുക്കാൻ വേണ്ടി നോക്കി. ഇച്ചിരി ഉപ്പിടാൻ മറന്നു പോയായിരുന്നു. പിന്നെ ഉപ്പിട്ടു. പിന്നെ ചിക്കൻ എല്ലാം അതിനകത്തോട്ട് ഇടണം. അതിന് മുകളിൽ നമുക്ക് കോൺഫ്ലവർ 2 സ്പൂൺ ഇടണം. നമ്മൾ ചിക്കൻ എത്ര എടുക്കുന്നത് അതിനനുസരിച്ച് കോൺഫ്ലവർ കൂടെ ഇട്ട് ഇളക്കി കഴിഞ്ഞിട്ട് ചിക്കൻ അതിനകത്തിട്ട് എല്ലാം ഒന്നൊന്നായിട്ട് ഇട്ട് കഴിഞ്ഞിട്ട് എല്ലാം തിരുമ്മി ഒരു 15 മിനിറ്റ് വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ അതെല്ലാം മസാല എല്ലാം എല്ലാ സ്ഥലത്തും പിടിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടാൻ മറന്നു പോയായിരുന്നു. അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് പേസ്റ്റ് ഞങ്ങൾ മേടിച്ചായിരുന്നു. അത് ഇട്ട് കഴിഞ്ഞിട്ട് എല്ലാം ഒന്ന് ഇളക്കി നല്ലപോലെ എല്ലാ ഇറച്ചി കഷ്ണം തന്നെ എല്ലാം എത്താൻ വേണ്ടിയിട്ട് തിരുമ്മി എല്ലാം വെച്ചു. അപ്പം ഇച്ചിരി ഉപ്പ് ഉണ്ടോ എന്ന് നമ്മൾ നോക്കണം. അല്ലെങ്കിൽ പിന്നെ ഉണ്ടായി കഴിഞ്ഞിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ടേസ്റ്റ് വരില്ലല്ലോ. അതാണ് ഉപ്പ് തൊട്ട് നോക്കിയപ്പം ഉപ്പ് ഇച്ചിരി കുറവായിരുന്നു. അപ്പോൾ ഉപ്പ് കുറവാണെന്ന് വെച്ചാൽ ഇച്ചിരി ഉപ്പും അതിനകത്ത് മേളിൽ ഇട്ടു. ആദ്യമായിട്ട് ഞാൻ ട്രൈ ചെയ്യുന്നത്. ഞാൻ കോൺഫ്ലവർ ഒക്കെ ഇടാതെയായിരുന്നു നേരത്തെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഒന്ന് കോൺഫ്ലവർ നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു. കോൺഫ്ലവർ ഒക്കെ അതിന് പോയി മേടിച്ചിട്ട് ഇനി ഉണ്ടാക്കാനായിരുന്നു. ഉപ്പ് ഇച്ചിട്ട് കഴിഞ്ഞിട്ട് ടേസ്റ്റ് നോക്കിയപ്പോൾ ഉപ്പ് ലെവലായിരുന്നു. അത് ഇച്ചിരി 15 മിനിറ്റ് 20 മിനിറ്റ് നമ്മൾ ഇച്ചിരി നേരത്തിന് മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് കഞ്ഞിയെല്ലാം വറുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ചീഞ്ചട്ടിക്കകത്ത് ഇച്ചിരി എണ്ണ ഇട്ടിട്ട് എണ്ണ ചൂടായി കഴിയുമ്പോൾ ഓരോരോ കഷ്ണമായിട്ട് ഇറച്ചി കഷ്ണം അതിനകത്തോട്ട് പെറുക്കിയിടും. നല്ല ചൂടായി തീ ഇച്ചിരി ചിക്കൻ ഇട്ട് കഴിഞ്ഞാൽ തീ ഇച്ചിരി കുറച്ച് വെക്കണം. ആ മീഡിയം ഫ്ലെയിമിൽ ഇരുന്ന് ചിക്കൻ നല്ലപോലെ വേവണം. നമ്മൾ ഇടയ്ക്ക് വന്ന് തിരിച്ചും മറിച്ചും ഇടണം. ഈ ഫസ്റ്റ് സൈഡ് ഇട്ട സൈഡ് വെന്ത് കഴിഞ്ഞിട്ട് അടുത്ത സൈഡ് വേവാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനകത്തോട്ട് ഇടുന്നത്. ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ഞാനൊരു കഷ്ണം തിന്ന് നോക്കിയാൽ നല്ലതാണ്. ഉപ്പും ചോറെല്ലാം കഴിഞ്ഞിട്ട് ഇച്ചിരി കൂടെ വേണമെന്ന് പറഞ്ഞപ്പോൾ 2 കഷ്ണം ഇട്ട് കൊടുത്തിട്ട് അവൾ അവിടെ നിന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. അവൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ അവളെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട്